27-ന് വൈകിട്ട് 5 മണിക്ക് PM ഇറങ്ങി ദ ഗോഡിൻ്റെ ട്രാവലർ. പക്ഷേ ആ ഗോഡിൻ്റെ ട്രാവലർ കാണുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാനുണ്ട്, ഒറ്റ കാര്യം. എക്സെറ്റ് വെച്ച് കാണാൻ ശ്രമിക്കുക, അത് വേറെ ലെവലാണ്. നമ്മൾ ഇംഗ്ലീഷ് മൂവിയൊക്കെ ഉണ്ടല്ലോ, ഇംഗ്ലീഷ് മൂവിയിലെ വേറൊരു ലെവലാണ് അത് വന്നിരിക്കുന്നത്. സീരിയസ്ലി എന്താ പറയുക, ഓരോ വിഷ്വൽസും തെന്നിമാഞ്ഞ് പോകുമ്പോഴും അടിപൊളിയാണ്. എന്താ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ തലപതി ഫാനായതുകൊണ്ട് പറയുമല്ല, തിയേറ്റർ കുലുങ്ങും, അതിനൊരു സംശയമില്ല. കാരണം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബിഗ് സല്യൂട്ട് കൊടുക്കാൻ തോന്നുന്ന ഒരു ട്രെയിലറാണ് ദ ഗോഡിൻ്റെ. ആ മേക്കിങ്ങും കാര്യങ്ങളും ആ ഒരു സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തുവാ ചെയ്തു വെച്ചിരിക്കുന്ന അന്യായ സാധനം. ആ ലാസ്റ്റ് ആ തോക്കൊക്കെ പിടിക്കുന്നൊരു സംഭവമുണ്ട്, ട്രെയിലറിനകത്ത് അടിപൊളി. എനിക്കെന്തായാലും ദ ഗോഡ് എന്നെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കിയിട്ടുണ്ട്. ഞാനൊരു വിജയ് ഫാൻ ആയതുകൊണ്ടായാലും ഒരു സാധാരണ സിനിമ കാണുന്ന ഒരു ആസ്വാദകനായാലും കൊണ്ടായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ദ ഗോഡിൻ്റെ. സീരിയസ്ലി ഇന്നലെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെയൊക്കെ ഞാൻ എന്താ പറയുക, സ്റ്റുഡിയോയിലിരുന്ന് കണ്ടപ്പം എൻ്റെ യൂട്യൂബ് ഹാങ് ആവായിരുന്നു. യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല എനിക്ക്, സത്യം പറയല്ല. അമ്മാതിരി സൂപ്പർ സാധനം. പക്ഷേ ഒരു കാര്യം ആരും മറക്കണ്ട, എക്സെറ്റ് വെച്ച് കാണാൻ ശ്രമിക്കുക മാക്സിമം. അടിപൊളിയാണ്. അല്ലാതെ കാണുന്നതിനെക്കാട്ടിയും സൂപ്പറാണ് എക്സെറ്റ് വെച്ച് കാണുമ്പോൾ. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ എങ്ങനെ കണ്ടാലും കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും തലപതി വിജയ് ഫാനിൻ്റെ പിള്ളേരെല്ലാം അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക, നമുക്ക് പൊളിക്കാം സെപ്റ്റംബർ. കാരണം ഞാൻ തലപതി വിജയ് ഫാനാണ്. അണ്ണൻ്റെ ആ ലെവല് പൊന്നോ, വേറെ ലെവൽ, ഒരു രക്ഷയില്ല. ഇത്രയും വയസ്സായാലും പുള്ളിക്കാരൻ്റെ ആ ഒരു അഭിനയത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം ആൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛൻ ക്യാരക്ടറായാലും മോൻ ക്യാരക്ടറായാലും. പക്ഷെ ആ ട്രailer-നകത്ത് കണ്ടെത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, നാല് തലപതിയുണ്ട്. 4 എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വിജയ് ഫാൻ ആയാലും ഒരു ആസ്വാദകനായോണ്ടായാലും പറയുമല്ല, അന്യായ ലുക്ക്. ട്രോളി വരെ അണ്ണനെ ട്രോളിയ ആൾക്കാരെ വരെ അണ്ണൻ എന്താ പറയുക, മുഖത്തടിച്ചൊരു ഫീലായിരിക്കും അത് എല്ലാവർക്കും കാണുമ്പോൾ. ട്രോളി കാണുമ്പോൾ വേറെ ലെവല്. പ്രഭുദേവയായാലും പിന്നെ നമ്മളെ സ്നേഹയായാലും ഏതൊരു ആക്ടറായാലും സാധനം പക്കാ കിടു സാധനം. വെറൈറ്റി എനിക്ക് തോന്നിയ അറിയാം, വെറൈറ്റി. അങ്ങനെ ഒരു വെറൈറ്റി ഞാൻ കണ്ടു ഗൈസ്, സൂപ്പർ. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഒരു തലപതി ഫാൻ ആയിൽ ഞാനിപ്പോൾ അഭിമാനിക്കുന്നു. പക്ഷെ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം ഞാൻ പറയാൻ ഉള്ളതെന്ന് വെച്ചാൽ, ഞാൻ ആ സമയത്ത് ആ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് പേടി ഉണ്ടോയെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഉണ്ട്, ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ കാര്യം എൻ്റെ മനസ്സെൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടായിരുന്നു, 200 ഉണ്ടായിരുന്നു ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടായിരുന്നത് അന്ന് കാണാൻ. അപ്പോൾ ഈ പടം ഏത് ലെവലിൽ പോകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് ചെറിയൊരു ടെൻഷനും ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ട്രailer കണ്ടപ്പോൾ ദ ബെസ്റ്റ് ഓഫ് ട്രailer. ഒരു മേക്കിങ്ങിനും ഈ ഒരു ട്രailerനെ വീഴ്ത്താനോ കരയത്തില്ല, തോപ്പിക്കാൻ പോലും കരയത്തില്ല. അമ്മാരെയാണ് സാധനം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണുക. ഞാനും തിയേറ്ററിൽ പോയി തന്നെ പടം കാണും. ഐ ആം വെയിറ്റിംഗ് ദ ഗോഡ്. വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്.
ഓ എനിക്ക് ഇനി ഇന്നലെ സത്യം പറഞ്ഞ് ഇന്നലെ ബ്ലോഗ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഇന്നലെ കിളി പോയ ഐറ്റമായിരുന്നു. കിളി പോയ ഐറ്റം ആയതുകൊണ്ട് എനിക്കൊന്നും, എൻ്റെയും കിളി പോയി സത്യം പറയാനല്ല. കാരണം ട്രോളിയവരെ മുമ്പിലും പരിഹസിച്ച മുമ്പിലും ലുക്കിനെ കണ്ട് പരിഹസിച്ചവരെ മുമ്പിലും ഇവരെയൊക്കെ മുമ്പിൽ അണ്ണൻ വേറെ ലെവൽ സാധനം അടിച്ച് അണ്ണാക്കി കയറ്റി കൊടുത്തു, അല്ലെങ്കിൽ ചെവി അടിച്ച് പൊട്ടിച്ച്, ചെവി കണ്ണം അടിച്ച് പൊട്ടിച്ച്. അമ്മായ സാധനം അണ്ണൻ കൊണ്ടുവന്നു. കണ്ടവരെല്ലാം എൻ്റെ ഫ്രണ്ട്സും ആയാലും എല്ലാവരും ആയാലും കണ്ടവരെല്ലാവരും അടിപൊളി എന്ന് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ട്രailer കണ്ടപ്പം 5 പ്രാവശ്യം കണ്ടു. ടോട്ടലി പറഞ്ഞ 5 പ്രാവശ്യം. പിന്നെയും റിപ്പീറ്റ് അടിച്ച് കാണാൻ തോന്നി. ഇന്ന് രാവിലെ കൂടെ കണ്ടേ ഉള്ളൂ, എക്സെറ്റ് വെച്ച്. വേറെ ലെവൽ സാധനം. അടിപൊളിയായിട്ട് ഞാൻ ഒരു സമയത്ത് ആഗ്രഹിച്ച ഒരു സംഭവമാണ് ഈ അണ്ണൻ ഇങ്ങനെ മാറുന്നു. അമ്മാരി സാധനം, വേറെ ലെവൽ ഐറ്റം. അപ്പം നിങ്ങളൊക്കെ പോലെ ഞാനും സെപ്റ്റംബർ 5 വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാം, അടിച്ച് പൊളിക്കാം. കാരണം എന്താ പറയണമെന്ന് അറിയത്തില്ല എനിക്ക്, അമ്മാരെ ഐറ്റം സാധനം. ദ ഗോഡ്. അണ്ണൻ്റെ കരിയറിലെ ബെസ്റ്റ് മൂവി. ഇതുവരെ അഭിനയിച്ച പടം ഏതോ ആയിക്കോട്ടെ, പക്ഷെ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന പടത്തിലെ ബെസ്റ്റ് മൂവി ഇതായിരിക്കും. ഇത് കണ്ടിട്ട് ചില ആൾക്കാർ പറയും അണ്ണൻ രക്ഷകൻ ക്യാരക്ടർ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ എൻ്റെ മനസ്സിൽ വന്ന വേറൊരു കാര്യമുണ്ട്. ട്രailer കാണുന്ന കണക്കൊന്നുമല്ല ഫിലിമിൽ, അതിനകത്ത് വേറൊരു സാധനം എന്തായാലും കാണും. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രailer, ബെസ്റ്റ് മൊമെൻറ്റ്, ബെസ്റ്റ് മെമ്മറി, ദ ഗോഡ് ട്രailer. എന്നാ സാധനമൊക്കെ അത് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളെപ്പോലെ ഞാനും ഈ ഒരു ഗോഡ് മൂവിക്ക് വേണ്ടി ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ്. കട്ട വെയിറ്റിംഗ് എന്ന് വെച്ചാൽ കട്ട വെയിറ്റിംഗ്, അസാധ്യ സാധനം. അപ്പം ഞാൻ ഇത്രയും ഗോഡിൻ്റെ ഇത്രയും റിവ്യൂ പറഞ്ഞുകൊണ്ട് ഇവിടെ എൻ്റെ ഒരു ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം എന്താ പറയുക, എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ സെപ്റ്റംബർ 5 ആവാൻ ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിട്ടിരിക്കുക. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും എക്സൈറ്റ്മെൻറ്റും ആകാംക്ഷയും എല്ലാം ഉണ്ട്. അപ്പം നമ്മളെ സ്വന്തം തളപതി വിജയന് ഒരു ബിഗ് സല്യൂട്ട്. എന്താ പറയുക, ഇന്നലെ ട്രailer കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിന് സമാധാനവും സന്തോഷം വന്നത്. ഹാപ്പി ആയിരുന്നു. അപ്പം നമുക്ക് പൊളിക്കാം. തളപതി വിജയൻ്റെ കൂടെ ദ ഗോഡ് കണ്ട് നമുക്ക് പൊളിക്കാം. എനിക്ക് അസാധ്യ പെർഫോമൻസ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അന്നെൻ്റെ പാട്ടിട്ട് പൊളിക്കാം, അന്നെൻ്റെ ഡാൻസ് ചെയ്ത് പൊളിക്കാം. തിയേറ്റർ നമുക്ക് കളറാക്കാം. ഐ ആം തിയേറ്റർ വാച്ചിങ് ടു തളപതി. വാ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച് മൈ ഡിയർ family. Love you all.